അടുത്ത നമുക്ക് കോൺട്രാക്ഷൻസ് വിത്ത് ജർമ്മൻ പ്രിപ്പോസിഷൻസ്, അതായത് ജർമ്മൻ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോൺട്രാക്ഷൻസ് വരും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആർട്ടിക്കിളിന്റെ കൂടെ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സെന്റൻസിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. എക്സാമ്പിൾ, സു ദേം, അതിനെ നമുക്ക് zum എന്ന് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ich gehe zum Arzt, നമ്മൾ ich gehe zu dem Arztന് പകരം ich gehe zum Arzt അങ്ങനെ പറയാം. zu der, നമുക്കതിനെ zur എന്ന് എഴുതാം. ich gehe zur Schule, ich gehe zu der Schule എന്ന് പറയാതെ ich gehe zur Schule. in dem, അതിനെ നമുക്ക് im എന്ന് എഴുതാൻ പറ്റും. ich bin im Büro, ich bin in dem Büro, അതിന് പകരം നമുക്ക് ഷോർട്ട് ആയിട്ട് ich bin im Büro എന്ന് നമുക്ക് പറയാം. an dem, അതിനെ നമുക്ക് എന്ന് എഴുതാം. ich warte an dem Bahnhof, അതിനെ നമുക്ക് ich warte am Bahnhof എന്ന് പറയാം. by dem, അതിനെ നമുക്ക് beim എന്ന് പറയാം. ich bin bei dem Arzt, അതിന് പകരം ich bin beim Arzt എന്ന് പറയാം. von dem, നമുക്കതിനെ vom എന്ന് എഴുതാം. ich komme von dem Markt, ich komme vom Markt എന്ന് നമുക്കതിനെ പറയാം. in das, അതിനെ ins എന്ന് ഷോർട്ട് ആയിട്ട് എഴുതാൻ പറ്റും. ich gehe in das Kino എന്ന് പറയുന്നതിന് പകരം ich gehe ins Kino എന്ന് പറയാം. an das, അതിനെ ഷോർട്ട് ആയിട്ട് ans എന്ന് എഴുതാം. ich gehe an das Meer, അതിന് പകരം ich gehe ans Meer എന്ന് പറയാം. ഇതാണ് കുറച്ച് കോൺട്രാക്ഷൻസ് വരുന്നത്. ഇത് നമുക്ക് സെന്റൻസിൽ എഴുതുമ്പോൾ ഇതിനെ ചെറുതാക്കി അല്ലെങ്കിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും.